പാകിസ്ഥാൻ സാമ്പത്തിക മേഖല ഭീകരവാദ ഫണ്ടിംഗ് മുക്തമാണെന്ന അവകാശവാദമായിരുന്നു ഇതുവരെയും ആ രാജ്യം സ്വീകരിച്ചു വന്നത്. പുൽവാമ ആക്രമണത്തിന് ശേഷം FATF-ൽ ഇത് ചോദ്യം ചെയ്ത് ഇന്ത്യ തെളിവ് നൽകി. പാകിസ്ഥാൻ ബാങ്കുകൾ വഴി ഭീകരവാദ സംഘടനകൾ നടത്തുന്ന ഇടപാടുകളുടെ പട്ടികയായിരുന്നു ഇന്ത്യ നൽകിയത്. ഇതടക്കം പരിശോധിച്ച FATF പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ഭീകരവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട തെളിവുകൾ പരിശോധിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് കുറ്റസമ്മതമെന്ന് വിശേഷിപ്പിക്കാവുന്ന നിലപാട് പാകിസ്ഥാൻ FATF-ൽ വ്യക്തമാക്കിയത്. പാക് ബാങ്കുകൾ വഴി 2018-ൽ മാത്രം 8707 ഇടപാടുകൾ നടന്നു. കോടികളാണ് ഇങ്ങനെ വിനിമയം ചെയ്യപ്പെട്ടത്. വിനിമയത്തിലെ അസ്വാഭാവികത ബോധ്യപ്പെട്ടതിനാൽ ഉചിതമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. ജമാഅത്ത് ഉദവ, ഫലക്, ഇൻസാനിയത്ത് ഫൗണ്ടേഷൻ തുടങ്ങിയവയടക്കമുള്ള സംഘടനകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തി. ആഗോള ഭീകരവാദ ഫണ്ടിംഗ് നിരീക്ഷിക്കുന്ന സമിതിയാണ് FATF. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് മുൻപായി നടപടികൾ സ്വീകരിക്കാൻ ആക്ഷേപവിധേയമായ രാജ്യത്തിന് അവസരം നൽകാനാണ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യം. ഒക്ടോബറിന് മുമ്പ് രാജ്യത്തെ ഭീകരവാദ ഫണ്ടിംഗ് പൂർണ്ണമായും തടഞ്ഞില്ലെങ്കിൽ പാകിസ്ഥാൻ കരിമ്പട്ടികയിലാകും. FATF-ന്റെ കരിമ്പട്ടികയിലായാൽ ആ രാജ്യത്തിന് മറ്റു രാജ്യങ്ങളുടെയോ അന്താരാഷ്ട്ര ഏജൻസികളുടെയോ സാമ്പത്തിക സഹായം ലഭിക്കില്ല. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.